ഞാൻ മുമ്പ് ഒരു ഓട്ടോഡ്രോമിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇട്ട വീഡിയോ സ്പോർട്സ് കാസിൻ്റെയാണ്. ഇപ്പം ഞാൻ സ്പോർട്സ് കാസിൻ്റെ സെക്ഷനിൽ മാറിയിട്ട് ടോയ് കാറിൻ്റെ അവിടെയാണ് ഇപ്പം ഞാൻ ഉള്ളത്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവം കേട്ടോ ഗൈസ്. ഓരോ കാറിൻ്റെ വിലയൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോവും. ഈ ഒറ്റ ടോയ് കാറിന് എൻ്റെ കാറിനെക്കാട്ടും പ്രൈസാണ് 38,900. പിന്നെ ഈ കാറിന് നല്ല പ്രൈസാട്ടോ ഗൈസ്, സെയിം പ്രൈസാണ്. പിന്നെ ഇവിടെ ഉണ്ട് കുറച്ച് സ്പോർട്സ് കാർ. പിന്നെ ഈ മേലെ കാണുന്നതൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ബോട്ടൊക്കെയാണ്. ഇത് ഫെറാറിയുടെ ഒരു മോഡലാട്ടോ ഗൈസ്. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ഒരു ഫെറാറി ഉണ്ട്. അതിനെ നല്ല ക്ലോസ് ആയിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. സെറ്റ് ഫെറാറിയാണ് കേട്ടോ ഗൈസ്. ആ ഫെറാറി നല്ല പ്രൈസ് വരുന്ന ഒരു സീൻ ഫെറാറിയാണത്. എൻ്റെ കയ്യിൽ ഇതിനെ വലുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊന്നുള്ള പെർമിഷൻ ഇല്ല. കാരണം ഇതൊക്കെ നല്ല എന്താ പറയുക, കുറച്ച് ലക്ഷറി ആയിട്ടുള്ളൊരു സ്പോർട്സ് കാറാണ്. കുറവാണിത് ഈ വേൾഡിൽ. പക്ഷേ ഗൈസ്, ഡോറ് തുറന്നപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ സെയിം തന്നെയാണ്. ഒരു ഫുൾ സ്പോർട്സ് കാർ തന്നെയാണ്. ലക്ഷറി എന്നൊന്നും പറയാനില്ലേ, എന്നത്തെയും പോലെ തന്നെ സ്പോർട്സ് കാറാണ് അത്. ഫുൾ റേസ് വർക്കിനുള്ളത്. പിന്നെ കുറേ സ്വിച്ചസൊക്കെ ഉണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയറൊന്നും കാണാൻ പറ്റില്ല. സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ടിങ് ടിങ് എന്ന് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു ഫെറാറിയുടെ എൻജിനാട്ടോ. ഇതിൻ്റെ വലിപ്പം കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു പവർ മനസ്സിലായി, ആ ഒരു എൻജിൻ്റെ ആ ഒരു വണ്ടിയുടെ. ഉണ്ടോ ഗൈസ്, മേലെ എഴുതിയിട്ടുണ്ട് ഫെറാറിന്ന്. നല്ല സൂപ്പർ എൻജിൻ ഗൈസ്, കിടുക്കാച്ച എൻജിൻ. ഗൈസ്, ടോയ് കാറിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ടോയ് കാസ്. പിന്നെ ഇതിൻ്റെ പേരും പ്രൈസൊക്കെ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ട ഗൈസ്, 72,000 ഇതിൻ്റെ. മസറാട്ടിയുടെ ടിപ്പോ 61 ആണ് വണ്ടി കേട്ടോ ഇത്. പിന്നെ ഇതാ ഇപ്പുറത്ത് വേറൊരു വണ്ടി ഉണ്ട്, കണ്ട. ഇതിൻ്റെ പ്രൈസ് 70,000 ദിർഹംസ് ആണ്. ഇത് റെനോൾട്ട് ആൽഫി എന്ന് പറഞ്ഞൊരു വണ്ടി കേട്ടോ. പിന്നെ ഇതാ ഇപ്പുറത്ത് വേറൊരു ടോയ് കാറ്. പിന്നെ ഗൈസ്, ഇതിന് ടോയ് കാസ് എന്നല്ല കേട്ടോ പറയാ, ഡൈക്കാസ് മോഡൽ കാസ് എന്നാണ് പറയണത്. അത് 68,000. പിന്നെ ഈ കാർക്ക് നല്ല ഇഷ്ടമായി, നല്ല ലുക്ക് ഉണ്ട് ഈ കാറ്. ഒരു റോക്കറ്റ് പോലെ ഉണ്ട് അല്ലേ, തോന്നിയില്ലേ? 68,000 മസറാട്ടി. ഗൈസ്, ആ കാണുന്ന എന്താ നിങ്ങൾക്ക് മനസ്സിലായ? അതൊരു കാറിൻ്റെ പാർട്സ് ആട്ടോ ഗൈസ്. ഒരു കാറിന് ഇത്രയും പാർട്സാണ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? നട്ടും ബോൾട്ടും എല്ലാം കൂടിയൊരു സാധനമാണിത്. പിന്നെ കണ്ട ഗൈസ്, ഇവിടെ ഉണ്ട് കുറേ മോഡൽ കാറുകൾ. പിന്നെ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മൈന്യൂട്ട് സംഭവങ്ങൾ വരെ നല്ല സൂപ്പറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എല്ലാ കാറിനും. പിന്നെ പ്രൈസ്, പേര്, ശരിക്കുള്ള കാറിൻ്റെ പേര്, പിന്നെ ഇഞ്ചസ് എത്ര ഉണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അവർ. ഇതൊക്കെ ഒരു കളക്ടേഴ്സ് ഐറ്റമാണ്, ഇവിടുത്തെ ഓണറിൻ്റെയാണ് ഇതൊക്കെ. കണ്ടാ ഗൈസ്, എന്ത് ക്ലിയറാന്ന് നോക്കെല്ലാം. അതിൻ്റെ ഒരു മൈന്യൂട്ട് സംഭവം വരെ സൂപ്പറായിട്ട് ഇവർ കാണിക്കേണ്ടതെന്നാണ് അടുത്ത കാര്യം. ഗൈസ്, ഇതൊക്കെ അവരുടെ സ്പോർട്സ് കാർസും പിന്നെ അവരുടെ എന്താ പറയുക വിന്നേഴ്സിൻ്റെ ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഗൈസ്. ഇത് കുറേ ഇതുണ്ട്. ഇതൊക്കെ അവരുടെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന കാസാട്ടോ ഗൈസ്. ഒരു മെക്ലാരൻ P1 ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു പഴയ ഒരു ഫിയറ്റ് കിടക്കുന്നുണ്ട്, കണ്ട ഗൈസ്. ഒരു ക്യൂട്ട് വണ്ടി, വലിയ ഇതൊന്നും ഇല്ലാത്തൊരു ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടി കേട്ടോ ഗൈസ് ഈ ഫിയറ്റ്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇതൊക്കെ മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കണ വണ്ടികളാട്ടോ ഗൈസ്. ഇത് ക്യൂട്ടല്ല, പറഞ്ഞ പോലെ അല്ല ഇത്. ഇതിൻ്റെ ബാക്കിലാണ് കണ്ടോ ഗൈസ് ഇതിൻ്റെ എൻജിൻ വരുന്നത്.
ബാക്കിലാണ്. ഇവൻ കാണുന്ന പോലെ ക്യൂട്ടല്ല കേട്ടോ, ഡ്രിഫ്റ്റിങ്ങിലൊക്കെ ചെയ്യണ വണ്ടി കേട്ടോ അത്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഈ ഫിയറ്റിനെ ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ഈ ഓട്ടോഡ്രോമിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറിൻ്റെ പേരും കമൻറ്റ് ചെയ്യണേ. ക്ലാസിക് നമ്പർ പ്ലേറ്റ് ഒക്കെ കൊടുത്തുള്ളൊരു ഫിയറ്റ് ആട്ടോ ഗൈസ്. കണ്ട ക്ലാസിക് എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ നമ്പർ പ്ലേറ്റിൽ. പിന്നെ ഇതൊരു ഇതാട്ടോ ഗൈസ്, എന്താ പറയുക, ഒരു സിമുലേറ്റർ ആട്ടോ അത്. കാർ ഓടിക്കുന്ന ഒരു സിമുലേറ്റർ. കറക്റ്റ് അതിൻ്റെ കാർ ഓടിക്കുന്ന ഒരു കറക്റ്റ് ഫീലാട്ടോ ഗൈസിൽ. കണ്ടോ ഗൈസ്? ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുണ്ട്, പക്ഷേ പറ്റില്ലല്ലോ, ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളല്ലേ. ഭയങ്കര ചെറുതാട്ടോ ഗൈസ് ഇത്. പിന്നെ ഞാൻ ചെറുതായത് കാരണം ഓടിക്കാൻ പറ്റില്ല. ഗൈസ് ഈ വണ്ടികളൊക്കെ എനിക്ക് പെർമിഷൻ ഇല്ല ഇതൊന്നും തുറക്കാനുള്ളത്. അതിപ്പോൾ നിങ്ങളെ കാണിക്കാനല്ല, ഞാൻ പ്രൈവറ്റായിട്ട് പോലും ഇത് തുറക്കാൻ പാടില്ല, കാരണം ഇതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ കാറാണ്, അതുകൊണ്ട് അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്. പിന്നെ ബാക്കിൽ ഇവിടെ ഫെറാറീസാണ് കൂടുതൽ, ലാംബോർഗിനീസ് 2, 3, 4 ഉള്ളൂ. ഇതൊരു ലാംബോർഗിനി കാറാണ്. ഇത് കണ്ടിട്ട് ഹുറാക്കാനെ പോലെ തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ഫെറാറി കിടക്കുന്നുണ്ട്. പിന്നെ ഈ 2 കാറിൻ്റെയും അപ്പുറത്ത് ഒരു ലാംബോർഗിനി ഗലാർഡോ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് കണ്ടിട്ട് ഹുറാക്കാനെ പോലെ ഉണ്ട് ഇത്, ഈ കാറ് ഹുറാക്കാൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, എല്ലാം സെയിമാണ്. പിന്നെ ഈ ലാഫെറാറി ഒക്കെ നോക്കി, ഇതൊന്നും ട്രാക്ക് ബേസ്ഡ് കാറല്ല കേട്ടോ ഗൈസ്, ഇതൊക്കെ റിയൽ റോഡ് ഡ്രൈവിംഗ് കാർസാണ്. പിന്നെ ഈ 2 അപ്പുറത്തൊരു കാർ കിടക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ഒരു ഓറഞ്ച് കളേർഡ് ലാംബോർഗിനി ഗലാർഡോ. നല്ല സൂപ്പർ വണ്ടി കേട്ടോ ഗൈസ്, സെറ്റ് ലുക്ക് ഈ സാധനം. അപ്പോൾ ഗൈസ് നിങ്ങൾ കാറുകളൊക്കെ കണ്ടില്ലേ? പിന്നെ ഇവിടെ തന്നെ ഒരു ഗരാഷ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ കാറുകളുടെ ഇവിടെ ഒരു ഫെറാറി കിടക്കുന്നുണ്ട്, ക്രാഷ് ആയത് ഫെറാറിയാണ്. ഇത് ഇപ്പോൾ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. ഇത് പിന്നെ ഗൈസ് ഇവിടെ സ്കൂട്ടർ കിടക്കുന്നുണ്ട്, കണ്ട ഗൈസ്. പിന്നെ ഇവിടെ ഇവരുടെ കുറേ അച്ചീവ്മെൻറ്റ്സും കുറേ അവാർഡ്സൊക്കെ ഇവർക്ക് കിട്ടിയതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഹുറാക്കാനൊക്കെ നിർത്തിയിട്ടിട്ട് ഇവർക്ക് ഒരു ഹുറാക്കാനിലൊരു കപ്പടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്, ഹുറാക്കാൻ ഓടിച്ചിട്ട്. ഗൈസ് പിന്നെ ഇവിടെ കിടക്കുന്ന ഒരു പഴയ ബൈക്കാട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.